ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോഴേക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട കബാബിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സമൂസ, കട്ട്ലേറ്റ് ഇതൊക്കെ നമ്മൾ കഴിച്ച് മടുക്കും ചെയ്യും. പിന്നെ നമുക്ക് കുറച്ചൊരു മടിയും വരും. ആ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് 5 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് പുഴുങ്ങിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 8 ബ്രെഡാണ് എടുത്തിട്ട് ചൂടാക്കുന്നത്. 2 സൈഡും ചൂടാക്കിയതിന് ശേഷം നല്ലോണം പൊടിഞ്ഞ് കിട്ടാൻ നല്ലതാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കുന്നത്. ബ്രെഡെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയിട്ട് എടുക്കാൻ. ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടെടുക്കണം. അപ്പോൾ അത് ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന സെയിം ചമ്മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ഒരു അളവിൽ നല്ലോണം ചമ്മന്തിയൊക്കെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ 2 കപ്പ് എടുക്കണം കേട്ടോ. ഇപ്പോൾ മോനിക്ക് കുറച്ച് കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തപ്പോൾ എനിക്ക് തികയാതെ വന്ന്. പിന്നെ ഇതാ വലിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക്, ഇതേപോലെ തന്നെ 4 വെളുത്തുള്ളി, പിന്നെ ഒരു പിടി മല്ലിയില, 2 ടേബിൾ സ്പൂണോളം പുതിന, പിന്നെ കുറച്ച് വേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിക്ക് അനുസരിച്ചിട്ട് നമ്മളൊരു 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. സാധാ ചമ്മന്തിനേക്കാളും കുറച്ചൊരു ലൂസായിട്ടാണ് ഇത് എടുക്കുന്നതെങ്കിലാണ് ആ മുട്ടമ്മ കവർ ചെയ്യുമ്പോൾ ശരിക്കും നിൽക്കുള്ളൂ. നല്ലോണം വെള്ളം കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ഇതോ ഒരു അളവിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതാ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. മുട്ട അതുപോലെ തന്നെ പകുതിയാക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ സാധാരണ ഞാൻ ഇത്ര അധികം ചമ്മന്തി കവർ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ മോനിത് ഉണ്ടാക്കുന്ന സമയത്ത് വന്ന് പറഞ്ഞ് കുറച്ച് കൂടുതൽ ചമ്മന്തി വെക്കാൻ. അപ്പോഴാണെങ്കിൽ ഇത് തികയാതെ വന്നും ചെയ്ത് ബാക്കി ഞാൻ മുക്കി പൊരിക്കുക ചെയ്തത്. ഇതുപോലെ ബാക്കിയെല്ലാം എടുത്തിട്ട് ചമ്മന്തിയിൽ കവർ ചെയ്തിട്ട് എടുത്ത് വെക്കുക. റമദാനിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കുറേ ദിവസം ചിക്കനും ബീഫൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരും. പിന്നെയാണെങ്കിൽ മടിയും വരും നമുക്ക് ഉണ്ടാക്കാനൊക്കെ. ഇതൊക്കെ ആകുമ്പോൾ ഭയങ്കര ഈസിയാണ്. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോയി തിരിച്ച് വരുമ്പോഴും ഒക്കെ ഇത് നേരത്തെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്നാൽ 5 മിനിറ്റ് പോലും വേണ്ട, വേഗം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം.
ഇനി ഇതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഓരോന്നും നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി സാധാരണ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം. ഇപ്പോൾ എല്ലാ മുട്ട കബാബും ഇവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണ മാത്രം ഇടുന്നുള്ളൂ കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സുഖമായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ മുട്ട കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. നമുക്ക് ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, വീട്ടിൽ തേങ്ങ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റത്തും ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മുട്ട കബാബ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.